ഒരു ISO 9001 2000 കമ്പനി ആവുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, കുറേ കമ്പനീസ് നമുക്ക് എന്താണ് ട്രേഡ് ചെയ്യണമെങ്കിൽ, ഫോറിൻ ആയിട്ടുള്ള കുറേ കമ്പനീസ് നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ISO സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിൽ അല്ലെങ്കിൽ അവരുടെ ടെൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് നിർബന്ധമാണ്? ISO സർട്ടിഫിക്കേഷൻ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ സർവീസസ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മസ്റ്റാണ്? ISO സർട്ടിഫിക്കേഷൻ മസ്റ്റാണ്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രീസ് അഫിലിയേറ്റഡ് ടു യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ made it as mandatory to have bilateral trade with only those parties which have ISO 9001 സർട്ടിഫിക്കേഷൻ. അതായത് ISO 9001 സർട്ടിഫിക്കേഷൻ ഉള്ളവരുമായിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇവർ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ്, if the Indian industry adopts the ISO 9000 quality system, it will get entry into global market and can compete with developed countries because Indian products are much cheaper compared to European products. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കമ്പനീസിന് എന്താണ് ISO സർട്ടിഫിക്കേഷൻ കിട്ടുവാണെങ്കിൽ എന്താണ് അവർക്ക് ഗ്ലോബൽ മാർക്കറ്റ്, പുറത്തുള്ള മാർക്കറ്റിലേക്ക് ഒരു എന്താണ് എൻട്രിയാണ്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള കൺട്രീസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഓൾമോസ്റ്റ് ഓൾ ഇന്ത്യൻ പ്രോഡക്ട്സ് എന്താണ് ചീപ്പായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റുള്ള ഫോറിൻ കൺട്രീസ് ആയിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് ലോ പ്രൈസിൽ കൂടുതൽ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് അതൊരു നേട്ടമാണ് അല്ലേ? നമ്മുടെ കമ്പനീസിന് രക്ഷപ്പെടാനുള്ളൊരു ചാൻസ് ആണത്. ഓക്കെ, എന്താണ് ഇൻ ഷോർട്ട്, ക്വാളിറ്റി സിസ്റ്റം സർട്ടിഫിക്കേഷൻ ഈസ് എ ക്രെഡിബിലിറ്റി പാസ്വേഡ് ടു എൻട്രി ഗ്ലോബൽ മാർക്കറ്റ്. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഉള്ള എൻട്രിയുടെ ഒരു ക്രെഡിബിലിറ്റി പാസ്വേഡ് ആണെന്ത് ഈ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനടുത്ത് എന്താണ്? ഇറ്റ് ബിൽഡ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ സപ്ലൈങ് അഷ്വേർഡ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആർ അറ്റ് റീസണബിൾ പ്രൈസ്. ഓക്കെ, കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എങ്ങനെ? നമ്മുടെ പ്രോഡക്ട്സ് ക്വാളിറ്റി ഉള്ളതായിരിക്കും. ദെൻ അത് എങ്ങനെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? റീസണബിൾ പ്രൈസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കാരണം കസ്റ്റമേഴ്സിന് എന്തുണ്ടാവും? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ദെൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ഇറ്റ്സ് export import policy has given certain concession to the ISO 9000 കമ്പനീസ്. സോ അടുത്ത പോയിന്റ് എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയിൽ കുറേ കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? ഈ ISO സർട്ടിഫിക്കേഷനുള്ള കമ്പനീസിന് വേണ്ടിയിട്ട് കുറേ കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ബെനിഫിറ്റും കൂടെ ആർക്ക് കിട്ടും? ഈ ISO സർട്ടിഫിക്കേഷൻ കമ്പനീസിന് കിട്ടും. ഓക്കെ, ഇറ്റ് മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ് ആൻഡ് ഡെവലപ്പ് പ്രൈഡ് ഇൻ ദം ഫോർ അച്ചീവിങ് എക്സലൻസ് ഇൻ ദർ ഓപ്പറേഷൻ. ഇപ്പോൾ ISO സർട്ടിഫിക്കേഷൻ ഉള്ളൊരു കമ്പനിയിലുള്ള എംപ്ലോയീസിന് എന്താണ് എപ്പോഴും അഭിമാനമാണ് അല്ലേ? അവർക്ക് ISO സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് എല്ലായിടത്തും പറയാനും പറ്റും. ദെൻ അത് അവർക്ക് ഒരു എന്താണ് മോട്ടിവേഷൻ പോലെയാണ്. ഓക്കെ, ദെൻ അവർക്ക് കൂടിയ ജോബ്സ് അല്ലെങ്കിൽ പുറത്തുള്ള ജോബ്സ് വേറെ കമ്പനീസിൽ, ഹയർ കമ്പനീസിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിനും കാര്യങ്ങൾക്കും ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതായത് ISO സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ് അത്രയും റെപ്യൂട്ടേഷനാണ്. ഏതെങ്കിലും ഒരു 8-9 പോയിൻറ്റ്സ് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നോക്കുവാണ്, 8ാമത്തെ പോയിന്റ് നോക്കുവാണ്. സിസ്റ്റമാറ്റിക് ഓപ്പറേഷൻസ് ആൻഡ് പ്രോസസ്സസ് റെഡ്യൂസ് ദ വർക്ക് ഹസാർഡ്സ് ആൻഡ് ഗെറ്റ് മോർ ടൈം ഫോർ ഫർദർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓപ്പറേഷൻസും പ്രോസസ്സുകളും എന്ത് ചെയ്യും? വർക്കിൻ്റെ റിസ്ക് കുറയ്ക്കും, വർക്കിൻ്റെ അപകടങ്ങൾ കുറയ്ക്കും, വർക്കിലുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കും. ആൻഡ് ഗെറ്റ് മോർ ടൈം ഫോർ ഫർദർ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ടൈം കുറയ്ക്കുമ്പോൾ നമുക്ക് കൂടുതലും എന്ത് ചെയ്യാം? ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യാം? സമയം കണ്ടെത്താം. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് നോക്കാം. ISO 9001 ബിൽഡ് കമ്മിറ്റഡ് മോട്ടിവേറ്റഡ് വർക്ക് ഫോഴ്സ് വിത്ത് ടീം സ്പിരിറ്റ്. അപ്പോൾ ടീം സ്പിരിറ്റ് ഉള്ള ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ബിൽഡ് ചെയ്യാൻ ആർക്ക് പറ്റും? ISO സർട്ടിഫിക്കേഷൻ കമ്പനീസിന് പറ്റും. ഓക്കെ, ഇത്രയാണ് എന്ത് ബെനിഫിറ്റ്സ് ഓഫ് ബിക്കമിങ് ആൻ ISO കമ്പനി. ഒരു ISO സർട്ടിഫിക്കേഷൻ കമ്പനി ആകുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ് ഇത്രയുമാണ്. ഹലോ സ്റ്റുഡൻസ്, നമ്മൾ നോക്കുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇതിനു മുമ്പും നമ്മൾ ഈ ടേം മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അന്ന് പറഞ്ഞ ആ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ
ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ആ വേർഡിന്റെ മീനിങ് ഓർത്തിരിക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഡെഫിനിഷൻ എക്സാമിന് എഴുതാൻ പറ്റും. ഒന്നുമില്ല, 3 ടേം തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരുന്നത്. ടോട്ടൽ മീൻസ് എന്താണ്? മുഴുവൻ, കംപ്ലീറ്റ് ആയിട്ട്. സോ ടോട്ടൽ എന്നുള്ള ടേം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ എംപ്ലോയീസും, അതായത് വർക്കേഴ്സ് മാത്രമല്ല, ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉൾപ്പെടെയുള്ള ചെയർമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇവിടെ ടോട്ടലായിട്ട് പറയുന്നത്. അതായത് ഒരു ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം? ടോട്ടൽ മുഴുവൻ ആൾക്കാരും അതിൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം. ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ടോപ്പ് ടു ബോട്ടം, ചെറുത് മുതൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാർ മുതൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാർ വരെ എങ്ങനെയായിരിക്കണം? നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഡെഡിക്കേഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ടോട്ടൽ എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായി കാണും. മുഴുവൻ ആൾക്കാരെയാണ് ടോട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളെയാണ് ടോട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ക്വാളിറ്റി മീൻസ് എന്താണെന്ന് നമ്മൾ ഈ മോഡ്യൂളിന്റെ ആദ്യം തൊട്ടേ പറയുന്നതാണ്. കസ്റ്റമർ ഏതൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണ് ആഗ്രഹിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കസ്റ്റമറിന്റെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മൊബൈൽ തന്നെ എടുക്കുവാണെങ്കിൽ ആ മൊബൈലിന്റെ ക്യാമറ എങ്ങനെയായിരിക്കണം, അതിന്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, ദെൻ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കണം, ഇതൊക്കെ ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു മേന്മയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. ദെൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സ്ഥാപനം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് ലെവൽ മുതൽ അതിൻ്റെ അധികാരമുള്ള ആൾക്കാർ എന്തായിരിക്കണം? കറക്റ്റായിട്ട് പ്രൊസീജിയേഴ്സും എല്ലാം ഫോളോ ചെയ്യേണ്ടി വരും അല്ലേ. അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസും ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യേണ്ടി വരും? ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അവരെടുക്കുന്ന ഓരോ തീരുമാനവും എന്തായിരിക്കണം? പ്രോപ്പർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പ്രോപ്പറായിട്ട് റൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് ആ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ക്വാളിറ്റി ഉണ്ടല്ലോ, അപ്പോൾ ആ ക്വാളിറ്റിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ TQM-ന്റെ ഡെഫിനേഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, എന്താണ് TQM-ന്റെ ഡെഫിനേഷൻ? TQM is defined as an integrated management approach. അപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? TQM എന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ നീഡ്സ്. അപ്പോൾ കസ്റ്റമറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് TQM എന്നുള്ള അപ്രോച്ച് മാനേജ്മെന്റ് പ്രൊസീഡ് ചെയ്യുന്നത്. ഇൻ ടോട്ടാലിറ്റി ഓൺ എ കണ്ടിന്യൂയിങ് ബേസിസ്. അപ്പോൾ എന്താണ്? റെഗുലർ ആയിട്ടുള്ള, അല്ലാതെ ഇടവിട്ടെന്നുള്ളതല്ല, എന്താണ്? റെഗുലർ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? TQM എന്ന് വിളിക്കുന്നത്. തീർന്നിട്ടില്ല. ബേസിസ് ത്രൂ ഇൻവോൾവ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ എംപ്ലോയീസിന്റെയും എന്താണ്? ടോട്ടൽ ഇൻവോൾവ്മെന്റിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? TQM സൂചിപ്പിക്കുന്നത്. തീർന്നിട്ടില്ല. മേക്കിംഗ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അപ്പം എന്താണ്? ഒരു സൈഡിലൂടെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. ആൻഡ് ഓൺ അപ്രോപ്രിയേറ്റ് കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി അലോങ് വിത്ത് പ്രോപ്പർ സോൾവിങ് മെത്തോഡോളജി ഓൺ ദ അതർ. അപ്പോൾ ഒരു സൈഡിലൂടെ എന്താണ്? കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റും ഉണ്ടാവണം. മറ്റൊരു സൈഡിലൂടെ മാനേജ്മെന്റ് എന്തുകൂടെ നോക്കും? കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി കൂടെ നോക്കും. അതായത് നമ്മുടെ പ്രോഡക്റ്റിന് കോട്ടം ഒന്നും പറ്റാത്ത, അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ ബാധിക്കാത്ത കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി കൂടെ കൺസിഡർ ചെയ്തിട്ട് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ടോട്ടൽ ക്വാളിറ്റി അപ്രോച്ച്, അല്ലെങ്കിൽ ക്വാളിറ്റിയെയും ദെൻ ടോട്ടൽ ഇൻവോൾവ്മെന്റ്, ആൾക്കാരുടെ ടോട്ടൽ ഇൻവോൾവ്മെന്റിനെയും വെച്ചിട്ടുള്ള ഒരു കണ്ടിന്യൂയിങ് അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ എന്താണ്? ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സാറ്റിസ്ഫൈയിങ് കസ്റ്റമർ നീഡ്സ് ആണ്. കസ്റ്റമറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഓൺ എ കണ്ടിന്യൂയിങ് ബേസിസിലാണ്. ത്രൂ എങ്ങനെയാണ് ഇത് പോസിബിൾ ആവുന്നത്? ഇൻവോൾവ്മെന്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി എംപ്ലോയി. എല്ലാ എംപ്ലോയീസിന്റെയും ഇൻവോൾവ്മെന്റ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദെൻ മേക്കിംഗ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഓൺ വൺ സൈഡ്. ഒരു സൈഡിലൂടെ ഇത് എന്ത് നടത്തും? ഈ TQM കാരണം എന്തുണ്ടാവും? കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ദെൻ
വേറൊരു സൈഡിൽ എന്താണ് ഉണ്ടാകുന്നത്? കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി, അതായത് കോസ്റ്റിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാഴ്ചെലവൊന്നും ഇല്ലാത്ത കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി വെച്ചിട്ട്, കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി എങ്ങനെ ഉള്ള കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി ആയിരിക്കണം? വിത്ത് പ്രോപ്പർ സോൾവിങ് മെത്തഡോളജി, അതായത് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ ബാധിക്കാത്ത കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജി വെച്ചിട്ട് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ ഒരു ഡെഫിനിഷൻ, ഒരു ഡീറ്റെയിൽ ഡെഫിനിഷൻ കൂടെയാണ് നമ്മൾ നോക്കാം. ടോട്ടൽ, അപ്പൊ നമ്മുടെ TQMന്റെ ആ 3 ടേംസിനെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ, ഇറ്റ് എൻകോംപസ് എവറിത്തിങ് ദ കമ്പനി ഡസ്, എവറി പ്രോസസ്, എവറി ഫംഗ്ഷൻ, എവറി ലെവൽ, എവറിബഡി, എവറി ഡ്യൂട്ടി, എവറി ടൈം. അപ്പൊ എന്താണ് ടോട്ടൽ എന്നുള്ള ടേം വെച്ചിട്ട് എല്ലാം എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാത്തിനെയാണ് ഈ ടോട്ടൽ വെച്ചിട്ട് പറയുന്നത്. അതായത് ഒരു കംപ്ലീറ്റ് അപ്രോച്ചിനെയാണ് ഈ ടോട്ടൽ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഏതിൽ വരും? ഈ ടോട്ടൽ എന്നുള്ള കൺസെപ്റ്റിൽ വരും. ഓക്കെ, എന്തൊക്കെയാണ് ഞാൻ ടോട്ടലിനകത്തുള്ളതെന്ന് നോക്കാം. എവറിത്തിങ് ദ കമ്പനി ഡസ്, അപ്പോൾ എന്തൊക്കെയാണോ കമ്പനി ചെയ്യുന്നത്. ദെൻ എവറി പ്രോസസ്, എല്ലാ പ്രോസസ്സ്. ദെൻ എവറി ഫംഗ്ഷൻ, എല്ലാ ഫംഗ്ഷൻ. ദെൻ എവറി ലെവൽ, എല്ലാ ലെവലും, അതായത് ടോപ്പ് ടു ബോട്ടം ലെവൽ. ദെൻ എവറിബഡി, എല്ലാവരും. ദെൻ എവറി ഡ്യൂട്ടി, എല്ലാ ഡ്യൂട്ടിയും. ദെൻ എവറി ടൈം, എല്ലാ സമയവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ടോട്ടൽ എന്നുള്ള കേസിൽ വരുന്നത്. അടുത്തത് ക്വാളിറ്റിയുടെ ഡെഫിനേഷൻ അടുത്ത് പറയുന്നു. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഓഫ് എവറിത്തിങ് ദാറ്റ് വി ഡു, capable of fully satisfying the customer. നമ്മൾ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തിൽ വരും? ക്വാളിറ്റിയിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ക്വാളിറ്റി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ക്വാളിറ്റി വെച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് എന്തോരം ലാഭം അല്ലെങ്കിൽ എന്തോരം നേട്ടം ഉണ്ടാവും നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്തിൽ വരും? ക്വാളിറ്റിയിൽ വരും. ഓക്കെ, അത് ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും. ഇനി അടുത്ത ഡെഫിനേഷൻ എന്താണ്? മാനേജ്മെന്റ് ആണ്. ഓക്കെ, മാനേജ്മെന്റ് ഡെഫിനേഷൻ നോക്കാം. എ ടോട്ടൽ കൾച്ചറൽ ചേഞ്ച് ഇൻ ഓർഗനൈസേഷൻ ബൈ എംപവർമെന്റ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ടു സോൾവ് പ്രോബ്ലംസ്. ടോട്ടൽ കൾച്ചറൽ ചേഞ്ച്, ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന ടോട്ടൽ കൾച്ചറൽ ചേഞ്ച്, പൂർണ്ണമായിട്ടുള്ള മാറ്റം. എന്തിനു വേണ്ടിയിട്ട്? ബൈ എംപവർമെന്റ്, അതായത് ശക്തിപ്പെടുത്തുക. എന്തിനെയൊക്കെ ശക്തിപ്പെടുത്തുവാണ്? ബൈ എംപവർമെന്റ്, ദെൻ ശക്തിപ്പെടുത്തുക, ദെൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുക. ദെൻ സിസ്റ്റമാറ്റിക് മെത്തേഡ് ടു സോൾവ് ദ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഏതൊക്കെ കാര്യങ്ങളാണ്? എംപവർമെന്റ്, ദെൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ദെൻ സിസ്റ്റമാറ്റിക് മെത്തേഡ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാനേജ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ടോട്ടൽ കൾച്ചറൽ ചേഞ്ച് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ ടോട്ടൽ ആയിട്ടുള്ള കൾച്ചറൽ ചേഞ്ച് ഉണ്ടാക്കണം. ദെൻ എന്ത് വഴിയാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്? എംപവർമെന്റ്, അതായത് ശക്തിപ്പെടുത്തുക. ദെൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്. ദെൻ സിസ്റ്റമാറ്റിക് മെത്തേഡ്, അത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ബ്രീഫ് ആയിട്ട് പറയുകയാണെങ്കിൽ TQMന്റെ ഡെഫിനേഷനാണ് താഴെ കിടക്കുന്നത്. TQM is the participation of each and every person in an organization. ഓക്കെ, ഒരു നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ്? പാർട്ടിസിപ്പേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, എല്ലാ ആൾക്കാരുടെയും പാർട്ടിസിപ്പേഷൻ. ഓർഗനൈസേഷനകത്ത് പെർഫോം ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെയും പാർട്ടിസിപ്പേഷൻ. എന്ത് പെർഫോം ചെയ്യുന്നത്? ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ക്വാളിറ്റി അഷുറൻസ് കണ്ടിന്യൂസ്ലി, അതായത് ക്വാളിറ്റിയെ കൺട്രോൾ ചെയ്യുന്നതും ദെൻ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റിയെ ഉറപ്പുവരുത്തുന്നതും ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അവരുടെ എല്ലാവരുടെയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ. ദെൻ എങ്ങനെ? കണ്ടിന്യൂസ്ലി സോ ആസ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്, എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കസ്റ്റമേഴ്സ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്?
എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? കസ്റ്റമറിന്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടിന് വേണ്ടിയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? ഈ TQM വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലേറ്റന്റ് നീഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ലേറ്റന്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ എന്നാണ്. അതായത് അവരുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നീഡ്സ് വരെ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ഈ ഒരു TQM എന്നുള്ള കൺസെപ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലെങ്കിൽ TQM കാരണം പ്രൊഡക്ടിവിറ്റി എന്തായിരിക്കണം? മാക്സിമം റീച്ച് ചെയ്യുകയും വേണം. പിന്നെന്താണ്? കസ്റ്റമേഴ്സിന്റെ ഹിഡൻ ആയിട്ടുള്ള നീഡ്സ് വരെ എന്ത് ചെയ്യണം? അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ കസ്റ്റമറിന് എക്സ്ട്രീം ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് വെച്ചേക്കുന്നത്? TQM എന്നുള്ള കൺസെപ്റ്റ് വെച്ചേക്കുന്നത്. ഓക്കെ, ഒരു ഡെഫിനേഷൻ കൂടെ ഉണ്ട്. TQM ഈസ് എ കണ്ടിന്യൂസ് ജേർണി ടുവേർഡ്സ് എക്സലൻസ് പെർഫോമൻസ്. അപ്പോൾ എന്താണ് TQM എന്ന് പറഞ്ഞ ഒരു യാത്രയാണ്. എങ്ങോട്ടുള്ള യാത്ര? ടുവേർഡ്സ് എക്സലൻസ് പെർഫോമൻസ്, അതായത് എക്സലന്റ് ആയിട്ടുള്ള പെർഫോമൻസിലേക്കുള്ള ഒരു യാത്ര. എങ്ങനെയാണ്? ബൈ ഇൻക്രിമെന്റൽ ചേഞ്ച് ആൻഡ് നോട്ട് എ പ്രോഗ്രാം വിത്ത് ഫിനിഷ് പോയിന്റ്. അതായത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്ര എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പോൾ ഒരു നോൺ എൻഡിങ് ജേർണി ആണ് എന്ത് TQM എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ജേർണി? ബൈ ഇൻക്രിമെന്റൽ ചേഞ്ച്. അപ്പം ചേഞ്ച് എങ്ങനെ ആയിരിക്കണം? കൂടി കൂടി വരണം. അല്ലാതെ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ എന്ത് ചെയ്യരുത്? ഈ TQM എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത്. അതായത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് എന്ത് ചെയ്യരുത്? സ്റ്റോപ്പ് ചെയ്യരുത്. അങ്ങനെ വന്നാൽ എന്ത് പറ്റും? ആ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്താവും? സ്റ്റോപ്പ് ആവും. അല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ലാതാവും. ഓക്കെ, പല മൊബൈൽ ഫോൺസും ഔട്ട്ഡേറ്റഡ് ആവുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. അതായത് അവരെന്ത് ചെയ്യുന്നില്ല? ഇൻക്രിമെന്റൽ ചേഞ്ച് ചെയ്യാതെ, മാർക്കറ്റ് സ്റ്റഡി ഒന്നും നടത്താതെ എന്താണ് പഴയ ടെക്നോളജി തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പഴയ പല കമ്പനീസും എന്ത് ചെയ്യുന്നത്? പൂട്ടി പോകാനുള്ള കാരണമായത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് സ്റ്റഡി നടത്തുകയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രിമെന്റൽ ചേഞ്ച് നടത്തുകയും ചെയ്യുന്നത് വഴിയേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മാർക്കറ്റിൽ ഒരു കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് കസ്റ്റമറിന് ഇഷ്ടപ്പെടത്തുള്ളൂ. കാരണം നമുക്കറിയാം ഡേ ടു ഡേ എന്താണ് പുതിയ പുതിയ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് റിലീസ് ആവുകയാണ് അല്ലേ? അപ്പോൾ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഒരാൾ അത് ചെയ്തില്ലെങ്കിൽ അയാൾ ഔട്ട്ഡേറ്റഡ് ആയി, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റിൽ നിന്ന് പുറത്താവും. കാരണം എന്താണ്? വേറൊരു കമ്പനി അത് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? റിസർച്ചും കാര്യങ്ങളും ചെയ്തിട്ട് അവർ ഇമ്പ്രൂവ് ചെയ്യുമായിരിക്കും അവരുടെ ടെക്നോളജി. സോ എന്ത് പറ്റും? ഈ ഒരു ഔട്ട്ഡേറ്റഡ്, അതായത് ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ചേഞ്ച് കൊണ്ടുവരാത്ത കമ്പനി എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ നിന്ന് എന്താവും? ഫീൽഡ് ഔട്ട് ആവും. സോ അതാണ് എന്തിന്റെ കൺസെപ്റ്റ്? TQMന്റെ കൺസെപ്റ്റ്. സോ ഈ ഒരു കൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും അല്ലേ? TQMന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. അപ്പൊ എന്താണ് TQMന്റെ ഇമ്പോർട്ടൻസ്? ഫോർ കോർണർ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മൂലക്കല്ലെന്ന് പറയും. ഓക്കെ, അപ്പോൾ ടു ക്രിയേറ്റ് സാറ്റിസ്ഫൈഡ് കസ്റ്റമർ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്ത് നമ്മുടെ TQM കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ്? അടുത്ത എന്താണ്? ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ്, ലീഡർഷിപ്പ്, ഇൻവോൾവ്മെന്റ്. അപ്പോൾ ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റും ലീഡർഷിപ്പും ഇൻവോൾവ്മെന്റും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ. ദെൻ പാർട്ടിസിപ്പേഷൻ ബൈ ഓൾ. ഓക്കെ, അത് നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? ടോട്ടൽ ഇൻവോൾവ്മെന്റ് എന്നുള്ള കാര്യം പറഞ്ഞതാണ്. ദെൻ കണ്ടിന്യൂസ് ഇൻക്രിമെന്റൽ ഇംപ്രൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള എന്താണ്? ഇൻക്രിമെന്റൽ ആയിട്ടുള്ള, അതായത് കൂടി കൂടി വരുന്ന ഇംപ്രൂവ്മെന്റ്, അല്ലാതെ കുറഞ്ഞു കുറഞ്ഞു വരികയല്ല. എങ്ങനെയാണ്? ഇൻക്രിമെന്റൽ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 10 മന്ത്രാസ് ഓഫ് TQM. നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ. 10 മന്ത്രാസ് എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. അങ്ങനെ തന്നെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. 10 മന്ത്രാസ് ഫോർ TQM. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10 എണ്ണവും അറിഞ്ഞിരിക്കുക, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ TQM എന്ന് പറഞ്ഞ ഒരു ഫിലോസഫിക്കൽ കൺസെപ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കുറച്ച് സാഹിത്യം കൂടെ അതിനകത്ത് വരും. ഓക്കെ, അപ്പം ഈ ഒരു ഡെഫിനിഷൻ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു 10 കാര്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അപ്രോച്ചാണ് തോന്നുന്നത്. അതായത് ഫിലോസഫിയാണ് കുറച്ച് പറഞ്ഞേക്കുന്നത്, കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞേക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. പക്ഷെ നമുക്കത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ ക്വാളിറ്റി ഈസ് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ക്വാളിറ്റി ഈസ് നെവർ ആൻ ആക്സിഡന്റ്. ഇറ്റ് ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ് അൺടയറിംഗ് ആൻഡ് ഇന്റലിജന്റ് എഫേർട്ട്. ദർ ഹാസ് ടു ബി ദ വിൽ ടു പ്രൊഡ്യൂസ് എ ക്വാളിറ്റി പ്രോഡക്റ്റ്. ഇപ്പൊ എന്താണ്? ക്വാളിറ്റി ഒരിക്കലും എന്തായിട്ട് ഉണ്ടാവുന്നില്ല? ആക്സിഡന്റ് ആയിട്ട്, യാദൃശ്ചികമായിട്ട് ഉണ്ടാവുന്നില്ല.
എന്താണ് അത് പിന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ് അൺടയറിങ് ആൻഡ് ഇന്റലിജന്റ് എഫേർട്ട്. അപ്പൊ എന്താണ് ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്ക് കാരണം അല്ലെങ്കിൽ ഇന്റലിജന്റ് എഫേർട്ട് കാരണമാണ് എന്തുണ്ടാവുന്നത്? ക്വാളിറ്റി എന്നുള്ള കാര്യം ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ? എന്താണ് നമ്മൾ മടിയനായിട്ടിരുന്ന അല്ലെങ്കിൽ ഒത്തിരി ഉഴപ്പനാണെങ്കിൽ എന്ത് പറ്റത്തില്ല, ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പകരം എന്താണ് അൺടയറിങ്, അതായത് വിയർത്തിട്ട് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റത്തുള്ളൂ, ക്വാളിറ്റി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ക്വാളിറ്റി എന്നുള്ള കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, there has to be the will to produce quality product. നമുക്ക് നല്ലൊരു മനസ്സ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ ക്വാളിറ്റി ഈസ് ലൈക്ക് എ പ്രയർ ടു ഗോഡ്. ഇപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പോലാണ്. എങ്ങനെ ആയിരിക്കണം? ഇറ്റ്സ് നെവർ കംസ് ഔട്ട് വിത്തൗട്ട് ഹാർഡ് വർക്ക് ആൻഡ് ഡിവോഷൻ. ഹാർഡ് വർക്കും ഡിവോഷനും, ഭക്തിയും ഹാർഡ് വർക്കും ഇല്ലാതെ എന്ത് ചെയ്യത്തില്ല, പ്രയർ എന്നുള്ളത് ദൈവത്തിന്റെ അടുത്ത് എത്തത്തില്ല അല്ലേ? അപ്പൊ അതേപോലെയാണ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഫിലോസഫിക്കൽ കൺസെപ്റ്റ് ആണ്. ദെൻ ക്വാളിറ്റി ഈസ് എവറിബഡീസ് ബിസിനസ്. അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ എന്നുള്ള വാക്ക് അവിടെ വരുന്നുണ്ട് അല്ലേ? ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള എല്ലാ ആൾക്കാരുടെയും ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് വരും, ക്വാളിറ്റിക്കകത്ത് വരും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് ക്വാളിറ്റി ഈസ് എവറിബഡീസ് ബിസിനസ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, എന്താണ് മൊത്തം പേരുടെയും ഉത്തരവാദിത്തമാണ്. ഓക്കെ, ക്വാളിറ്റി ബിഗിൻസ് വിത്ത് ദ ക്ലീൻനെസ് ഓഫ് ദ വർക്ക് പ്ലേസ്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റിയുടെ തുടക്കം എവിടെയാണ്? വർക്ക് പ്ലേസ് ക്ലീൻ ആക്കുന്ന വഴിയാണ്. ഓക്കെ, അതായത് എന്താ പറയുന്നത്, നമ്മളൊരു വൃത്തികേടായി കിടക്കുന്ന സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ നമ്മൾ അവിടുത്തെ വൃത്തിയെ പറ്റി ബോധർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ പിന്നെയും പിന്നെയും വൃത്തികേടാക്കിക്കൊണ്ടിരിക്കും അല്ലേ? നേരെ മറിച്ചിട്ട് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അവിടെ വീണ്ടും ഡേർട്ടി ആക്കാൻ നോക്കത്തില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ബേക്കറി തന്നെ എടുത്താൽ മതി അല്ലേ? അപ്പോൾ ബേക്കറിയൊക്കെ നമ്മൾ ചെന്ന് ബേക്കറി അല്ലെങ്കിൽ ഹോട്ടലൊക്കെ നമ്മൾ ചെന്ന് നോക്കുമ്പം അവിടെ വൃത്തിയില്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി എത്ര ക്വാളിറ്റിയിൽ അവർ ഉണ്ടാക്കി കൊടുത്താലും നമുക്കത് ക്വാളിറ്റി ഉള്ള ഫുഡായിട്ട് തോന്നുമോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പൊ അതേപോലെയാണ് ക്വാളിറ്റി ബിഗിൻസ് വിത്ത് എന്താണ് ക്ലീൻനെസ് ഓഫ് വർക്ക് പ്ലേസിന്റെ ക്ലീൻനെസ്സിലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്വാളിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 4 ഇനി ഒരു 6 കൂടെ ഉണ്ട്. ടേക്ക് കെയർ ഓഫ് ക്വാളിറ്റി, ദ ക്വാണ്ടിറ്റി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ക്വാളിറ്റി പ്രോഡക്ട്സ് ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കുമ്പോഴോ ക്വാണ്ടിറ്റി, അതായത് അളവ് എന്ത് ചെയ്യും, നമ്മുടെ ടേക്ക് കെയർ ചെയ്യും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് നല്ല ക്വാളിറ്റിയിലാണെന്ന് വയ്ക്കാം. ഓക്കെ, അതായത് നമ്മൾ ലഡു നല്ല ക്വാളിറ്റിയിലാണ് ലഡു ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പം ഒരാൾ 5 ലഡു വന്ന് വാങ്ങിയെന്ന് വെക്കാം. ഓക്കെ, അപ്പം നല്ല ലഡു ആണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ വീണ്ടും ഈ 5 എന്നുള്ളത് പിറ്റേ ദിവസം വന്നിട്ട് എത്ര വാങ്ങും? 10 വാങ്ങും. ഓക്കെ ആണല്ലോ. സോ നമ്മൾ അവിടെ നല്ല ക്വാളിറ്റി ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ത് മാറിയത്, 5 എന്നുള്ളത് 10 പിറ്റേന്ന് അയാൾ വാങ്ങിയത് അല്ലേ? നേരെ മറിച്ച് നമ്മുടെ ക്വാളിറ്റി എന്താണ് മോശമായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ, ഈ 5 ലഡു വാങ്ങിയ ആള് പിറ്റേന്ന് ലഡു വാങ്ങുമോ? ഇല്ല, അയാൾ എന്ത് ചെയ്യും, വേറെ കട തിരക്കും അല്ലേ? അപ്പോ വേറെ കട പോകുമ്പോൾ നമ്മുടെ ലഡുവിന്റെ എണ്ണം എത്ര ആവും? 0 ആവും. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി അവിടെ എന്ത് ചെയ്യുവാണ്, കുറയുവാണ്. സോ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പം എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലായിട്ട് ക്വാണ്ടിറ്റി എന്ത് ചെയ്യും, നമ്മുടെ ടേക്ക് കെയർ ചെയ്യും. അതായത് നമ്മുടെ പ്രോഡക്റ്റിനെ കെയർ ചെയ്തോളും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ടേക്ക് കെയർ ഓഫ് ക്വാളിറ്റി, ദെൻ ക്വാണ്ടിറ്റി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, 6th പോയിന്റ് പറഞ്ഞ എന്താണ്, മേക്ക് ഇറ്റ് റൈറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഓൾ ടൈംസ്. എന്താണ്, ആദ്യത്തെ തവണ എന്തായിട്ടുണ്ടാക്കുക, റൈറ്റ് ആയിട്ടുണ്ടാക്കുക, അത് തന്നെ എന്ത് ചെയ്യുക, പിന്നെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുക. അതായത് ഒരു തവണ നമ്മൾ നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയെന്ന് വെക്കുക, പിന്നീട് അങ്ങോട്ട് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല, നമ്മുടെ പ്രോഡക്റ്റിന് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങും? ഒരിക്കലും ഇല്ല അല്ലേ? എപ്പോഴാണോ നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കുറയുന്നത്, അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും. ഓക്കെ, നമ്മൾ ഫീൽഡിൽ നിന്ന് എന്താവും, ഔട്ട് ആവും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പല എക്സാമ്പിൾ ഇതിനകത്ത് വരും അല്ലേ? കാർ മാനുഫാക്ചറിങ് ആയാലും മൊബൈൽ ആയാലും എന്തായാലും ആദ്യത്തെ തവണയും എന്താണ് നല്ലതുണ്ടാക്കി എന്ന് വെച്ചിട്ട് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് പിടിച്ചിരിക്കണമെന്നില്ല. എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രിമെന്റ് ചേഞ്ച് കൊടുക്കുകയും വേണം. എന്താണ്, എല്ലാ തവണയും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് റീച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, ദെൻ ക്വാളിറ്റി ഈസ് അച്ചീവ്ഡ് ത്രൂ ടീം വർക്ക്. ക്വാളിറ്റി എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്? ടീം വർക്കിലൂടെയാണ് അച്ചീവ് ചെയ്യുന്നത്. അത് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, ദെൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്.
ദെൻ അടുത്തെന്താണ്? ഡോക്യുമെന്റ് ഈസ് ഡിപ്പെൻഡബിൾ ബട്ട് നോട്ട് മെമ്മറി. ഓക്കെ, ഡോക്യുമെന്റ് ഡിപ്പെൻഡബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ ഒരു പ്രൊസീജിയറോ അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ അല്ലെങ്കിൽ സേഫ്റ്റി മെഷേഴ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കി വെക്കുക? അത് ഡോക്യുമെന്റ് ആക്കി വെക്കുക. ഓക്കെ, അല്ലാതെ അത് ഓർത്തിരിക്കാൻ നോക്കരുത്. ഓക്കെ, കാരണം ഓർത്തിരുന്ന എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ മറന്നു പോകും. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് ഡോക്യുമെന്റ് ആണ് ചെയ്ത് വെക്കുന്നതെങ്കിൽ എന്ത് പറ്റും? അവിടെ കുറേ നാള് എന്ത് ചെയ്യും? അത് ലാസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഈ നോട്ട്, ഇപ്പം ഞാൻ പറയുന്ന പോയിന്റ്സും എക്സാമ്പിളും എല്ലാം നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചു. അതായത് സൈഡിന് റഫായിട്ട്, ജസ്റ്റ് റഫായിട്ട് കോഡും കാര്യങ്ങളും എല്ലാം നോട്ട് ചെയ്ത് വെക്കുവാണ്. ഓക്കെ, നേരെ മറിച്ചിട്ട് നിങ്ങൾ അതങ്ങനെ ചെയ്യാതെ കുറച്ച് നിങ്ങൾ വിചാരിക്കുവാണ് ആ കോഡൊക്കെ എനിക്കറിയാം, അല്ലെങ്കിൽ ആ എക്സാമ്പിളൊക്കെ വെച്ച് പഠിക്കുമ്പം എനിക്കിപ്പം ഓർക്കുന്നുണ്ട്. എത്ര നാൾ നിങ്ങൾക്ക് അത് ഓർക്കാൻ പറ്റും? നിങ്ങൾ എഴുതി വെക്കാതെ മെമ്മറിയിലാണ് അത് സൂക്ഷിക്കുന്നതെങ്കിൽ ഏറിപ്പോയാൽ 2 ദിവസം. ഓക്കെ, മൂന്നാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യും? അത് മറന്നു പോകും. ആ കാര്യങ്ങൾ, കോഡും കാര്യങ്ങളും എല്ലാം മറന്നു പോകും. വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഇത് എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ആദ്യം തൊട്ട് എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടി വരും. ഓക്കെ, നേരെ മറിച്ചിട്ട് എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി നിങ്ങൾ പഠിക്കുവാണ്, ആ കോഡും കൂടെ സൈഡിൽ എഴുതി വെക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇത് നിങ്ങൾ എക്സാം ടൈമിൽ നോക്കുമ്പം അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആ കോഡ് അവിടെ കാണും. ഓക്കെ, ആ കോഡ് വന്ന രീതി അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ട് നിങ്ങൾ വന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും എഫേർട്ട് വേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പോൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. എന്ത് ചെയ്യാതെ? മെമ്മറിയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് 8ാമത്തെ പോയിന്റ് പറയുന്നത്. ഇത് ഞാൻ എക്സാം അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതേപോലെ നമ്മുടെ എന്താണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്തും ഇതേ കാര്യം എന്താണ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ദെൻ ക്വാളിറ്റി ബിഗൈൻസ് ആൻഡ് എൻഡ്സ് വിത്ത് എഡ്യൂക്കേഷൻ. ആൻഡ് ആണ് ക്വാളിറ്റി എന്താണ്? ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എന്ത് വെച്ചിട്ടാണ്? എഡ്യൂക്കേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, ക്വാളിറ്റി ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എന്തിലാണ്? എഡ്യൂക്കേഷനിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റഡി ചെയ്യണം. അപ്പോൾ അത് സ്റ്റാർട്ടിങ് വിത്ത് എന്താണ്? എഡ്യൂക്കേഷൻ ആണ്. ദെൻ ഇത് തീരുമ്പോൾ, ഈ ഒരു സംഭവം തീരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവസാനിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ആ ഒരു പ്രോഡക്റ്റിന് ഇന്ന ഗുണങ്ങളുണ്ടാവും. ഓക്കെ, അപ്പം അതും എന്താണ്? നമ്മൾ ലേൺ ചെയ്യുകയാണ്, അല്ലേ? അപ്പം അതും എന്തിന്റെ പാർട്ടാണ്? എഡ്യൂക്കേഷന്റെ പാർട്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. ക്വാളിറ്റി തുടങ്ങുന്നതും അവസാനിക്കുന്നതും എന്താണ്? എഡ്യൂക്കേഷനിലാണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ക്വാളിറ്റി ഈസ് ദ ആട്രിബ്യൂട്ട് ദാറ്റ് എ കസ്റ്റമർ യൂസസ് ടു ഇവാലുവേറ്റ് ദ പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു അറിയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫാക്ടറാണ് എന്ത്? ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വാളിറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു കസ്റ്റമറും എന്ത് ചെയ്യുന്നത്? ഓരോ കസ്റ്റമറും എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രോഡക്റ്റിനെ വിലയിരുത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ക്വാളിറ്റി ഈസ് ദ ആട്രിബ്യൂട്ട് ദാറ്റ് എ കസ്റ്റമർ യൂസസ് ടു ഇവാലുവേറ്റ്. നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് എന്ത്? ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുള്ള അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ലിങ്ക് ബിറ്റ്വീൻ ISO 9000 ആൻഡ് TQM. ഓക്കെ, TQM-ഉം ISO 9000-ഉം തമ്മിലുള്ള റിലേഷനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ദെൻ അപ്പോൾ അത് നോക്കാം. എന്താണ് ISO 9000-ഉം TQM-ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ്? ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പ്രകാരം പറയുവാണെങ്കിൽ TQM ആൻഡ് ISO രണ്ടും ഈക്വൽ അല്ല. ഓക്കെ, അതായത് രണ്ടും ഒന്നല്ല. പക്ഷെ എന്താണ്? ഈ ISO എന്ന് പറയുന്നത് TQM-ലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. അപ്പോൾ TQM വലിയൊരു സംഭവമാണ്. ദെൻ അതിലേക്കുള്ളൊരു ബേസിക് സ്റ്റെപ്പ് മാത്രമാണ് എന്ത്? ഈ ISO എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു വൈഡായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും, അല്ലേ? ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, വണ്ടി റോഡിൽ നന്നായിട്ട് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു തെളിവാണോ? അല്ല, നമ്മൾ റോഡിലേക്ക് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ മാത്രമാണ് എന്ത്? ഡ്രൈവിംഗ് ലൈസൻസ്. പക്ഷേ അത് നമ്മൾ കൈ തെളിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്പേർട്ട് ആണെന്ന്
ഒരിക്കലും എന്ത് വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല, ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല അല്ലേ. നമ്മൾ പിന്നെയും ഒത്തിരി നന്നായിട്ട് വണ്ടി ഓടിച്ച് കൈ തെളിഞ്ഞാൽ മാത്രമേ നമ്മൾ എക്സ്പേർട്ട് ഡ്രൈവർ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെയാണ് ISO 9000 TQM തമ്മിലുള്ള റിലേഷൻ. ജസ്റ്റ് ഒരു സർട്ടിഫിക്കേഷൻ മാത്രമാണെന്ത് ISO 9000. ദെൻ TQM എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് വലുതാണ്. ഓക്കെ, ISO 9000 കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്താണ് വേൾഡ് വൈഡ് അല്ലെങ്കിൽ വേൾഡ് ഫേമസ് ആവത്തില്ല, അല്ലെങ്കിൽ വേൾഡ് ക്ലാസ് ക്വാളിറ്റിയിൽ കിട്ടണമെന്നില്ല, വേൾഡ് ക്ലാസ് ക്വാളിറ്റി ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ISO 9000 കിട്ടിയെന്ന് വെച്ചാൽ നമ്മളെന്താണ് കുറേ ക്വാളിറ്റി ആസ്പെക്ട്സ് നമ്മുടെ കമ്പനി ഉണ്ട്, നമ്മുടെ കമ്പനിക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ISO 9000 സർട്ടിഫിക്കേഷൻ കിട്ടിയത്. പക്ഷേ നമ്മളെന്തല്ല അങ്ങ് പീക്ക് ലെവലല്ല, എക്സ്ട്രീം ലെവലല്ല. ഓക്കെ, പക്ഷേ എന്താണ് നമ്മുടെ കമ്പനി എന്താണ് ഒരു സെർട്ടൻ സ്റ്റാൻഡേർഡ് പുലർത്തുന്നുണ്ട്. പക്ഷേ വേൾഡ് ക്ലാസ് ക്വാളിറ്റി അല്ലെങ്കിൽ അങ്ങ് പീക്കിലുള്ള അല്ലെങ്കിൽ ടോട്ടലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കമ്പനി ആവണമെന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് TQM എന്നുള്ളത് എന്താണ് ISO 9000 എന്നുള്ള കാര്യം TQMലേക്കുള്ള ഒരു എന്താണ് ഫുഡ് സ്റ്റെപ്പാണ്, ഒരു ചവിട്ടുപടി തന്നെയാണ്. ഓക്കെ, അല്ലാതെ ISO 9000 ദെൻ TQM എന്തല്ല ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ഫാക്ടർ മാത്രമാണ് എന്ത് ഈ ISO 9000 എന്ന് പറയുന്ന കാര്യം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, വേറൊരു കമ്പാരിസൺ പ്രകാരമാണെങ്കിൽ TQM എന്നുള്ളത് മാരത്തോൺ ആണെങ്കിൽ നമ്മുടെ ISO 9000 ഒരു 400 മീറ്റർ ഡിസ്റ്റൻസേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു മാരത്തോണും ഈ ഒരു 400 മീറ്റർ ഡിസ്റ്റൻസും വെച്ചിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ TQM എന്ന് പറഞ്ഞാൽ വലിയൊരു കൺസെപ്റ്റാണ്. ദെൻ ISO എന്ന് പറഞ്ഞാൽ എന്താണ് അതിലേക്ക് ജസ്റ്റ് ഒരു എന്താണ് ചവിട്ടുപടി മാത്രമാണ്. നമ്മൾ ഫിലിമിലൊക്കെ പറയുന്ന പോലെ എന്താണ് TQM വളരെ വലിയൊരു എന്താണ് കടലാണ്. ദെൻ അതിൻ്റെ തീരത്ത് ജസ്റ്റ് പകച്ചു നിൽക്കുന്ന ഒരു കുട്ടി മാത്രമാണെന്ത് ISO 9000 എന്ന് പറയുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരാം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എക്സാമിന് എഴുതിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മാത്രം മതി. TQMൻ്റെ ISO 9000 ലിങ്ക് അവിടെ എക്സ്പ്ലെയിൻഡ് ആവും. ഓക്കെ, ഇക്വേഷൻ നോക്കാം. TQM എന്ന് പറഞ്ഞാൽ TQM ഈക്വൽ ടു ISO 9000 പ്ലസ് വർക്കർ മോട്ടിവേഷൻ പ്ലസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, വർക്കർ മോട്ടിവേഷൻ എന്താണെന്ന് അറിയാമല്ലോ. വർക്കറിന് ഉണ്ടാവുന്ന എന്താണ് വർക്കേഴ്സിന് ഡെവലപ്പാകുന്ന ജോബ് ചെയ്യാനായിട്ടുള്ള ഒന്നും അറിയത്തില്ലേ. അപ്പോൾ അവർക്ക് ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക, അതായത് ഇൻസെൻറ്റീവ്സും കാര്യങ്ങളും അങ്ങനെ പ്രൊവൈഡ് ചെയ്യും. എന്താണ് ഇൻഷുറൻസ്, ഇൻസെൻറ്റീവ്സ്, പ്രൊമോഷൻ, ദെൻ അവർ സാലറി ഹൈക്ക് അതെല്ലാം കൊടുക്കുമ്പോൾ എന്താവും അവർ മോട്ടിവേറ്റഡ് ആവും അല്ലേ, വർക്കേഴ്സ് മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, പ്ലസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതായത് നമ്മൾ ഒരുപാട് വർക്കറിന് പ്രോഫിറ്റ് ആക്കി കൊടുത്താൽ നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും കുറയും, അതായത് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും കുറയും. അപ്പോൾ ഇത് എന്താണ് ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം, അതായത് ഒരു ബാലൻസിൽ എന്ത് ചെയ്യണം ഇത് രണ്ടും നടക്കണം. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും വർക്കർ മോട്ടിവേഷനും, അതായത് ഇൻസെൻറ്റീവും കാര്യങ്ങളും എല്ലാം എന്താവണം കറക്റ്റ് റേഷ്യോയിൽ, അതായത് നഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ ഒരു മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവൽ ആൾക്കാർക്ക്, ചെയർമാന് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓണർക്ക് നഷ്ടമുണ്ടാവാത്ത രീതിയിൽ എന്ത് ചെയ്യണം മാനേജ് ചെയ്യണം. ഓക്കെ, അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് മീൻസ് എന്താണ് ഈ സാലറിയുടെ ഹൈക്കും കാര്യങ്ങളും എല്ലാം എന്തായിരിക്കണം കറക്റ്റ് ആയിരിക്കണം, വർക്കറിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, പക്ഷേ എന്താണ് ഓണറിന് നഷ്ടം ഉണ്ടാവരുത്, ആ ഒരു രീതിയിലായിരിക്കണം എന്തുണ്ടാവുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ TQM എന്ന് പറഞ്ഞാൽ ISO 9000 പ്ലസ് വർക്കറിൻ്റെ മോട്ടിവേഷൻ, അതായത് ISO സർട്ടിഫിക്കേഷൻ പ്ലസ് വർക്കറിൻ്റെ മോട്ടിവേഷൻ പ്ലസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഉണ്ടായാലേ എന്ത് നടക്കത്തുള്ളൂ TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് നടക്കത്തുള്ളൂ. ഓക്കെ, അത് കുറച്ചുകൂടെ എന്താണ് നാരോ വ്യൂ ആണ്. ഇനി കുറച്ചുകൂടെ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ താഴെയുള്ള ഡെഫിനിഷനാണ് എന്താണ്
TQM ഈസ് ഈക്വൽ ടു ISO 9000 പ്ലസ് ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, മൊത്തം ആൾക്കാരുടെയും മൊത്തം ഇൻവോൾവ്മെൻറ്റ്. ഓക്കെ, പ്ലസ് ഫോക്കസ് ഓൺ കസ്റ്റമർ. പിന്നെ എന്താ, ആരെ ഫോക്കസ് ചെയ്യണം? കസ്റ്റമറിനെ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്തോണം എപ്പോഴും. കാരണം അവരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് ബൈ ചെയ്യേണ്ടത്. ഓക്കെ, പ്ലസ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. അത് നേരത്തെ പറഞ്ഞതാണ്. എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തോളണം. അല്ലെങ്കിൽ നമ്മുടെ ഓരോ സ്റ്റെപ്പും എന്തായിരിക്കണം? ക്വാളിറ്റി ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്. ദെൻ ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റും ദെൻ അവരുടെ ഇൻവോൾവ്മെൻറ്റും. ഓക്കെ, ഈ ടോപ്പ് മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് പിന്നീട് അങ്ങോട്ട് വരുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിലായി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ഈ ഇക്വേഷൻ വളരെ, ഈ രണ്ട് ഇക്വേഷനും വളരെ എന്താണ് എഫേർട്ട് എടുത്ത് ഓർത്തിരിക്കുക. അതിന് ഒരു ട്രയാങ്കിൾ കൂടെ ഉണ്ട്. അതിൻ്റെ TQMൻ്റെ മോഡൽ അല്ലെങ്കിൽ പ്രിൻസിപ്പിളാണ് പറയുന്നത്. ഓക്കെ, ട്രയാങ്കിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മുടെ 4 ലിങ്ക്സ് ഓഫ് TQM എന്ന് പറയുന്ന കാര്യം. ദെൻ ഇതിൻ്റെ ടോപ്പ് ലെവലിൽ ഫോക്കസ് ഓൺ കസ്റ്റമർ, ദെൻ ഇവിടെ ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ്, ദെൻ ഇവിടെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, ഇവിടെ ടോപ്പ് മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ്. ദെൻ ഇതെല്ലാം കൂടെ എന്തിലേക്ക് ലീഡ് ചെയ്യും? ക്വാളിറ്റി സിസ്റ്റത്തിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, ഒരു ക്വാളിറ്റി സിസ്റ്റത്തിൻ്റെ ഫാക്ടേഴ്സ് 4 ഫാക്ടേഴ്സാണ് അല്ലെങ്കിൽ 4 ലിങ്ക്സാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വരച്ച് വയ്ക്കുക. അതായത് ഈ 4 പോയിൻറ്റും നമ്മളിവിടെ പറഞ്ഞതാണ്. ഓക്കെ, ഇതാ ഇവിടെ പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ അതേപോലെ എന്താണ് നമ്മൾ അത് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇത് ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ മാർക്ക് കിട്ടുകയാണ്. കാരണം ആ ഒരു ഐഡിയ ആ സ്റ്റുഡൻറ്റിനുണ്ട് എന്നാണ് ആ ഫിഗർ വരയ്ക്കുമ്പോൾ. ആ ഫിഗർ തെറ്റാതെ കറക്റ്റായിട്ട് വരയ്ക്കുമ്പം ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഫിഗർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു വെച്ചേക്കുക, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നമ്മുടെ ട്രയാങ്കിളിനകത്ത് ഫസ്റ്റ് പോയിന്റ് നോക്കാം. എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഫോക്കസ് ഓൺ ദ കസ്റ്റമർ. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് കസ്റ്റമറുടെ ഫോക്കസ് ചെയ്യുന്നത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിന് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഞാൻ പറഞ്ഞു എന്താണ്, പ്രോഡക്റ്റ് ബൈ ചെയ്യുന്നതാരാണ്? കസ്റ്റമറാണ് അല്ലേ? അപ്പോൾ ആ പ്രോഡക്റ്റ് കസ്റ്റമർ ബൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഭീമമായിട്ടുള്ള നഷ്ടമുണ്ടാകും അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എയർലൈൻസ്. അപ്പം അതിനകത്ത് ആൾക്കാർ കയറണമെങ്കിൽ എന്തായിരിക്കണം? അവരുടെ സർവീസസും കാര്യങ്ങളും എല്ലാം എന്തായിരിക്കണം? ബെസ്റ്റ് ആയിരിക്കണം അല്ലേ? അല്ലെങ്കിൽ എന്ത് പറ്റും? ആൾക്കാർ ഒരിക്കലും അതിനകത്ത് എന്ത് ചെയ്യത്തില്ല? ഫ്ലൈ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഗുഡ് സർവീസസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ എപ്പോഴും അട്രാക്റ്റ് ചെയ്ത് നിർത്തിയാലേ എന്ത് പറ്റത്തുള്ളൂ? നമുക്ക് ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ, ആണല്ലോ. സോ ഫോക്കസിങ് ഓൺ ദ കസ്റ്റമർ ആണ് നമ്മുടെ TQMൻ്റെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ എന്ത് ചെയ്യണം? മുൻഗണന കൊടുക്കണം അല്ലേ? ഒരു നല്ല മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ചോദ്യങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്യണം? നല്ല ഉത്തരങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സ് പതിവായി ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളും TQM ഒരു നല്ല കമ്പനി അവരുടെ ആൻസേഴ്സുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അത് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TQM അത്രയും നല്ല ആൻസേഴ്സാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ അത്രയും നല്ല ക്രൈറ്റീരിയസാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെയായിരിക്കണം ഒരു ഗുഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഒരു നല്ല മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നാണ് ആ ആൻസേഴ്സിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ഐ എക്സ്പെക്ട് വെൻ ഐ ബൈ യുവർ പ്രോഡക്റ്റ്? ഒരു കസ്റ്റമറിൻ്റെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കിടക്കുന്ന കസ്റ്റമറിൻ്റെ ചോദ്യം, പിന്നെ രണ്ടാമത് പറഞ്ഞേക്കുന്നത് TQMൻ്റെ ആൻസറുമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ക്യാൻ ഐ എക്സ്പെക്ട് വെൻ ഐ ബൈ യുവർ പ്രോഡക്റ്റ്? താങ്കളുടെ പ്രോഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഓക്കെ, TQMൻ്റെ ആൻസർ നോക്കാം. TQM will answer this question by providing standard specification for the product or services. ഓക്കെ, അതായത് എന്ത് ചെയ്യും? നമ്മൾ മൊബൈൽ ഫോണൊക്കെ നിങ്ങൾക്കറിയാം, ബൈ ചെയ്യുന്നതിന് മുമ്പ് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം നോക്കും അല്ലേ? അതിൻ്റെ ക്യാമറ, അതിന് എത്ര GB മെമ്മറി ഉണ്ട്, ദെൻ അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ്, ക്യാമറയുടെ ഫീച്ചേഴ്സ്, ദെൻ അതിൻ്റെ പ്രോസസ്സർ ഏതാണ്, അത് ചൂടാവോ, ദെൻ അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കസ്റ്റമറിൻ്റെ ആദ്യത്തെ ചോദ്യമാണ് നമ്മൾ അവിടെ ആൻസർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ആലോചിച്ചോണം, നമ്മൾ പോയി സ്പെക്ക്, മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ സ്പെക്ക് നോക്കുമ്പം
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് അവരെന്ത് ചെയ്യുന്നത്, ആൻസർ തരുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ഇറ്റ് വാട്ട് ഐ എക്സ്പെക്റ്റഡ്? ഇതാണോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അതിൻ്റെ ആൻസറായിട്ട് ടി ക്യു എം പറയുന്നത് എന്താണ്? ടി ക്യു എം ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ബൈ കൺഫേമിങ് ദ സ്പെസിഫിക്കേഷൻ. അതായത് നമ്മുടെ സ്പെസിഫിക്കേഷൻസ് എന്ത് ചെയ്യും, ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നതാണ് ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്, ഈ ഒരു ക്വസ്റ്റിന് ഒരു ആൻസറായിട്ട് കൊടുത്തേക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം കാറൊക്കെ വാങ്ങുമ്പം അവർ ഇത്ര മൈലേജ് എന്ന് പറയും അല്ലേ. അതായത് മൈലേജ് എന്ന് പറയുന്ന ഒരു സെർട്ടൈൻ സ്പീഡിനാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ 110 പോയിട്ട് മൈലേജ് ഇത്ര കിട്ടും എന്ന് വിചാരിച്ചാൽ ഒരിക്കലും കിട്ടത്തില്ല അല്ലേ. ഒരു എക്കണോമിക് സ്പീഡ് ഉണ്ടാവും. നമ്മുടെ ബൈക്കിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്പീഡോമീറ്ററിനകത്ത് ആ ഒരു റേഞ്ച് കാണിച്ചേക്കും അല്ലേ. എക്കണോമിക് സ്പീഡ് ഏത് റേഞ്ചിലാണെന്ന് കാണിച്ചേക്കും. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ, for example, a car that claims economic fuel consumption driven at 55 km/h should deliver on its promise. അതായത് 55 km/h മൈലേജ് കിട്ടും. 55 km/h സഞ്ചരിക്കുന്ന കാറ് 22 കിലോമീറ്റർ മൈലേജ് കിട്ടും എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആയിരിക്കണം, അത് കറക്റ്റ് ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഫേക്കായിട്ടൊരു പ്രോമിസ് കൊടുത്തിട്ട് എന്തില്ല, കമ്പനി മുന്നോട്ട് പോകത്തില്ല. അതായത് ഇപ്പോൾ 60 km/h ട്രാവൽ ചെയ്യുന്ന കാറിന് മൈലേജ് ഒരു 30 കിട്ടും എന്ന് നമ്മൾ പറയുവാണെങ്കിൽ 30 എന്ത് ചെയ്യണം, കിട്ടണം അല്ലേ. അല്ലാതെ ആ ഒരു 30 കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും, ആ കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും വാങ്ങുമോ? ഇല്ല. വാങ്ങൂല എന്ന് മാത്രമല്ല എന്ത് ചെയ്യും, ഡീം പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതായത് ബാക്കിയുള്ളവരുടെ കൂടെ പറയുകയും ചെയ്യും, ഇവരിങ്ങനെ ഫേക്ക് പ്രോമിസസ് ആണ് കൊടുക്കുന്നതെന്നും കൂടെ പറയും. ഓക്കെ, ദെൻ ക്യാമറയുടെ ക്വാളിറ്റിയുടെ കേസ്, 48 MP എന്ന് പറയുന്നത് ഫ്രണ്ട് ക്യാമറ 48 MP ആണെങ്കിൽ ദെൻ നമ്മുടെ സാധാ 5 MP എടുക്കുന്ന ക്ലാരിറ്റി പോലും ഇല്ലെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഒരിക്കലും വാങ്ങുമോ? ഇല്ല, ഒരിക്കലും വാങ്ങത്തില്ല അല്ലേ. അപ്പോൾ അതേപോലെ ദെൻ തേർഡ് പോയിന്റ് നോക്കിയേ, ഡസ് ഇറ്റ് കണ്ടിന്യൂ ടു ഡു വാട്ട് എക്സ്പെക്റ്റഡ്? അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഭാവിയിലും അത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. അതായത് ഈ മൈലേജ് ഇപ്പം തുടക്കത്തിൽ ആ മൈലേജ് കിട്ടിയെങ്കിൽ പിന്നീടും അത് കിട്ടണം അല്ലേ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു കാര്യം എൻഡ് വരെ, ടുവേഴ്സ് ദ എൻഡ് വരെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 ഇയേഴ്സ് വരെ എന്ത് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം അല്ലേ. ഇപ്പോൾ ബാറ്ററിയുടെ കാര്യം എടുക്കാം. ബാറ്ററി 5000 mAh ആണെന്ന് വെച്ചോ, മില്ലിയൻ പേരാണെന്ന് വെച്ചോ. അപ്പം തുടക്കത്തിൽ കമ്പനി പറയുന്ന 2 ദിവസം ഫുൾ നിൽക്കും, 2 ദിവസം ഫുൾ ഡേ നിൽക്കും. ഓക്കെ, അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്, തുടക്കത്തിൽ 2 മണിക്കൂർ നിൽക്കും. പക്ഷേ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ആപ്സ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്ത ഒരു കസ്റ്റമറിനും എന്ത് കിട്ടണം, ഈ ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടണം, അല്ലെങ്കിൽ ബാറ്ററി ഇത്രയും നാളെ നിൽക്കണം അല്ലേ, 2 ദിവസം നിൽക്കണം. പക്ഷേ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ, അതായത് ഒരു ദിവസമായി, അര ദിവസമായി, ചിലപ്പം 1 മണിക്കൂറേ ചാർജ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ മാർക്കറ്റിൽ ഒരുപാട് നാളോടോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ ആ പ്രോമിസ് എന്ത് ചെയ്യണം, ഒരു സെർട്ടൈൻ ഡ്യൂറേഷൻ ഓഫ് ടൈമിലും എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യാൻ പറ്റണം കമ്പനിക്ക്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് ഫെയിലിയർ ആയി പോകും ആ കമ്പനി. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അതാണ് ആ തേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മച്ച് ഡു ഐ ഹാവ് ടു പേ? അതായത് പ്രോഡക്റ്റിന് എന്തോരം പൈസ എന്ത് ചെയ്യണം, കൊടുക്കണം, മുടക്കേണ്ടി വരും. ഓക്കെ, അതിൻ്റെ ആൻസറായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, ടി ക്യു എം ഗിവ്സ് ദ പ്രോഡക്റ്റ് വിച്ച് ഈസ് വർത്ത് ഫോർ മണി പെയ്ഡ്, നോ കംപ്ലൈൻറ്റ് അബൌട്ട് ദ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. അതായത് കൊടുക്കുന്ന പൈസയ്ക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് വാല്യൂ കിട്ടണം, അതിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, ആ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലൈൻ്റ് ഒന്നും വരാൻ പാടില്ല. അതാണ് നമ്മുടെ MIയുടെ ഫോൺസ്, ഷവോമിയുടെ ഫോൺസ് ആദ്യം മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അതൊരു റെവല്യൂഷൻ ആയിരുന്നു അല്ലേ. 7S 7S പ്രൈം ഒക്കെ എന്തായിരുന്നു, ആ ഒരു പ്രൈസിൽ ആ റേഞ്ച് വേറെ ഒരു ഫോണും ആ ഒരു ഫീച്ചേഴ്സ് കൊടുക്കത്തില്ലായിരുന്നു. ഓക്കെ, അപ്പം അതെന്താണ്, അതുകൊണ്ടാണ് ആ കമ്പനി ഒരു മാർക്കറ്റ് കീഴടക്കിയത് തന്നെ. അതായത് നോ ആഡ്സ് ആണ്, ഷവോമിയുടെ ഫോൺസിനൊന്നും ആഡ്സ് ഒന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അല്ലേ. വെറും മൗത്ത് ടു മൗത്ത് പോപ്പുലാരിറ്റി തന്നെയാണ് അവർക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അവരുടെ ആ കമ്പനി ആ ഒരു ഫീച്ചേഴ്സ് ആ ഒരു പ്രൈസിന് കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്, ആ പ്രോഡക്റ്റ് ഭയങ്കരമായിട്ട് അങ്ങ് ക്ലിക്കായത്. ഓക്കെ, ആ കമ്പനിയുടെ ഗ്രോത്ത് അങ്ങനെയാണ് ഉണ്ടായത്. നേരെ മറിച്ചിട്ട് അവർ കൊടുക്കുന്ന ആ പ്രൈസിന് ആ ഒരു ഫോൺ മുതലായില്ലായിരുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള മാർക്കറ്റിലുള്ള ഫോൺസ് പോലെ തന്നെ ഇവർ ഇറക്കിയിരുന്നെങ്കിൽ അത് ഒരിക്കലും ക്ലിക്ക് ആവുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. ദെൻ നമ്മുടെ ജിയോ എല്ലാവർക്കും അറിയാവുന്നതാണ്. ജിയോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് അവരുടെ നെറ്റ് ഓഫറും കാര്യങ്ങളും
എല്ലാം ആ സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ അത് ഇത്രയും ക്ലിക്ക് ആവുമായിരുന്നോ? ഒരിക്കലും ഇല്ല അല്ലേ? അപ്പോൾ അത് മാർക്കറ്റ് പിടിച്ചെടുക്കാനുള്ള എന്താണ് ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, അതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, വെൻ ക്യാൻ ഐ ഹാവ് ഇറ്റ്? എപ്പോഴാണ് എനിക്കത് കിട്ടുന്നത്? അപ്പോൾ ടി ക്യു എമ്മിൻ്റെ ആൻസർ നോക്കിയേ, ഡെലിവറി ഡേറ്റ് ആൻഡ് ടൈം വിത്ത് അറ്റ്മോസ്റ്റ് ആക്യുറസി. എന്തായിരിക്കണം? ടി ക്യു എം എപ്പോഴും ഒരു നല്ല കമ്പനി എപ്പോഴും അവരുടെ ഡെലിവറി ഡേറ്റ്സിൽ എല്ലാത്തിലും എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മളൊരു കാർ ബുക്ക് ചെയ്യുമെന്ന് വെച്ചോ, 6 months ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. 6 monthsനകത്ത് കാർ ഡെലിവറി ചെയ്യാമെന്ന് കമ്പനി പ്രോമിസ് ചെയ്യുമെന്ന് വെച്ചോ. പക്ഷേ 6 months ആയി, 7 months ആയി, 8 months ആയി, അപ്പോഴും കാർ കിട്ടിയില്ല എന്ന് വയ്ക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാർ ബുക്ക് ചെയ്യുന്നത് വെച്ചോ. 6 monthsലാണ് കല്യാണം. അപ്പോൾ 7 months ആയിട്ടും കാർ കിട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? കല്യാണം കഴിഞ്ഞ് 1 മാസമായിട്ടും കാർ കിട്ടാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്താണ് അത്? നമ്മുടെ കമ്പനി തരുന്ന എന്താണ് ഒരു ഡിമെറിറ്റാണ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ കമ്പനിയുടെ. ഓക്കെ, അപ്പം ആ ഒരു കമ്പനി എന്ത് ചെയ്യത്തില്ല, അധികം നാളങ്ങനെ ഓടിപ്പില്ല. അതായത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അവരുടെ ഡെലിവറി ഡേറ്റ്സിലും കാര്യങ്ങളും എല്ലാം പക്ക എന്തായിരിക്കണം? നീറ്റായിരിക്കണം. ഓക്കെ, അതാണ് ആ പോയിന്റ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടി ക്യു എം അല്ലെങ്കിൽ ഒരു നല്ല മാനേജ്മെൻറ്റ് എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കേണ്ടത്, പ്രോമിസ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മുടെ ആ ഫിഗറിനകത്ത്, ആ ട്രയാങ്കിളിനകത്ത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നോക്കിയേ, ഇതേ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ, സോ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ജാപ്പനീസ് ടെക്നോളജി അല്ലെങ്കിൽ ജാപ്പനീസ് വേർഡ് കൈസൻ എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജാപ്പനീസുകാർ ഒരു ഫിലോസഫിക്കൽ പ്രാക്ടീസാണ് എന്ത് പറയുന്നത്? കൈസൻ എന്ന് പറയുന്നത്. ഓക്കെ, കൈസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മാൾ ഇമ്പ്രൂവ്മെൻറ്റ് ബട്ട് ക്യാരിഡ് ഔട്ട് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് ആൻഡ് ഇൻവോൾവിങ് ഓൾ ദ പീപ്പിൾ ഓഫ് ദ ഓർഗനൈസേഷൻ. എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ്, ഓക്കെ, ഒരു സ്മോൾ ഇമ്പ്രൂവ്മെൻറ്റ് ബട്ട് ക്യാരിഡ് ഔട്ട് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. പക്ഷേ എങ്ങനെയാണത് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്, നടത്തുന്നത്? കണ്ടിന്യൂസ് ബേസിലാണ്, അതായത് തുടർച്ചയായിട്ടാണ്. ആൻഡ് ഇൻവോൾവിങ് ഓൾ ദ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ എല്ലാ ആൾക്കാരും ഇൻവോൾവ്ഡ് ആണ് എന്തിൽ? ഈ കൈസൻ എന്നുള്ള ആക്ടിവിറ്റിയിൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ്. അതെന്താണ്? കണ്ടിന്യൂസ് ബേസിസിലാണ്. പിന്നെന്താണ്? ഇൻവോൾവിങ് ഓൾ ദ പീപ്പിൾ. അപ്പോൾ എല്ലാ ആൾക്കാരും അതിൽ ഇൻവോൾവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ ആ പ്രിൻസിപ്പിൾ ബിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ചിന്തിപ്പിച്ച ഘടകം എന്താണ്? കൈസൻ ബിലീവ് ദാറ്റ് എ വെരി ലാർജ് നമ്പർ ഓഫ് സ്മോൾ ഇംപ്രൂവ്മെൻറ്റ് ആർ മോർ എഫക്റ്റീവ് ഇൻ ആൻ ഓർഗനൈസേഷൻ എൻവയറോൺമെൻറ്റ് ദാൻ എ ഫ്യൂ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലാർജ് വാല്യൂ. അപ്പോൾ എന്താണ്? പല തുള്ളി പെരുവെള്ളം എന്ന് പറയത്തില്ലേ? അപ്പോൾ അതാണ് ഇവിടെ പ്രിൻസിപ്പിൾ. എന്താണ്? ചെറിയ ചേഞ്ചസ് ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ ചെയ്യുന്നതാണ് എന്ത്? വലിയൊരു കാര്യം. അല്ലാതെ ഒരു ബിഗ് വാല്യൂ ചെറിയ നമ്പർ ആൾക്കാർ ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു എഫേർട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് വളരെ ലാർജ് ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ചെയ്യുമ്പം അതെന്താണ്? മോർ എഫക്റ്റീവ് ആകും. ഓക്കെ, അപ്പോൾ അതാണ് കൈസൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഓക്കെ, അവരുടെ തന്നെ കൈസൻ്റെ തന്നെ വേറൊരു പ്രിൻസിപ്പിളാണ് എന്ത്? ഡു നോട്ട് ബിലീവ് വാട്ട് ഈസ് പ്രാക്ടീസ്ഡ് നൗ ഈസ് ബെസ്റ്റ്. അപ്പോൾ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്ന് അവരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, വിചാരിക്കത്തില്ല. ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഇനിയും ബെറ്ററായിട്ട് ഒരുപാട് രീതിയിൽ ചെയ്യാം എന്നാണ് എന്ത് ചെയ്യുന്നത്? ജാപ്പനീസുകാർ വിചാരിക്കുന്നത്. അപ്പോൾ അവരുടെ ആ എന്താണ്? അപ്രോച്ചാണ് മാനേജ്മെൻറ്റിനോട് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അവരുടെ ആ അപ്രോച്ചിനെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഓക്കെ,
ഇറ്റ്സ് എ പാർട്ട്. അടുത്ത പോയിന്റ് നോക്കാം. കൈസൻ ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്. അതായത് TEI, ടോട്ടൽ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റിൻ്റെ പാർട്ടാണ് എന്ത്, കൈസൻ എന്ന് പറയുന്നത്. ഓക്കെ, എ കീ പാർട്ട് ഓഫ് TQM ഈസ് ആക്ച്വലി കൈസൻ. അപ്പോൾ കൈസൻ എന്ന് പറഞ്ഞാൽ എന്താണ്, TQMൻ്റെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ്. അതായത് എല്ലാവരുടെയും ഇൻവോൾവ്മെൻറ്റ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ടോട്ടൽ എന്നുള്ള ആ കൺസെപ്റ്റ് തന്നെയാണ് എന്ത് വരുന്നത്, കൈസനകത്ത് വരുന്നത്. ഓക്കെ, അടുത്തത് ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് ആണ്. ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ട്രയാങ്കിൾ കണ്ടതാണ് ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ്. ഇന്ന് നോക്കുമ്പോൾ അറിയാം കിടക്കുന്ന ടോട്ടൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ദെൻ നമുക്കത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്, മാനേജ്മെൻറ്റ് ഷുഡ് എംപവർ ദ എംപ്ലോയീസ് സോ ദാറ്റ് ദേ വർക്ക് ആസ് ടീം ടു അച്ചീവ് എക്സലൻസ് ഇൻ ദെയർ വർക്ക് ഏരിയ. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ എന്തായിരിക്കണം, ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് പ്രേരിപ്പിക്കണം, മാനേജ്മെൻറ്റ് പ്രേരിപ്പിക്കണം. അതായത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആര് എംപവർ ചെയ്യണം, നമ്മുടെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, എംപവർ ചെയ്യണം. ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട് ടോട്ടൽ ഇൻവോൾവ്മെൻറ്റ്. ദെൻ അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. എംപ്ലോയീസ് therefore must be convinced that the delivery of quality is important if they are to be committed to it. അപ്പോൾ അവർ കമ്മിറ്റഡ് ആണെങ്കിൽ എന്തായിരിക്കണം ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റിയുടെ ഡെലിവറി ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി ആയിരിക്കണം അവർ പ്രിഫർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയാൽ എ ഗുഡ് ലീഡർ ക്യാൻ എംപവർ ദ വർക്കർ ബൈ എ കൈൻഡ് വേർഡ് ഓഫ് പ്രൈസ്. അപ്പോൾ ഒരു നല്ല ലീഡറിന് അല്ലെങ്കിൽ നല്ല സൂപ്പർവൈസറിന് അവരുടെ വർക്കറിനെ എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ബൈ കൈൻഡ് വേർഡ്, നല്ല രീതിയിൽ അവരെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നല്ല വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലാതെ അവരെ തെറി വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ അപ്രീഷിയേറ്റിംഗ് ദെയർ സജഷൻസ് ആൻഡ് ഫോക്കസിങ് ഓൺ എ ഫ്യൂ കീ വാല്യൂസ്. അപ്പോൾ എന്താണ്, അവരുടെ സജഷൻസ് എല്ലാം മുഖവിലേക്ക് എടുക്കുക. ദെൻ ആൻഡ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കമ്പനി. അപ്പോൾ അവർ പറയുന്ന നല്ല കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, അതേപോലെ നടത്തി എന്ത് ചെയ്യുക, കമ്പനിയിലെ വർക്കേഴ്സിനെ എന്ത് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ കണ്ടതാണ് ടോപ്പ് മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ്. ഓക്കെ, നമ്മൾ ആ ട്രയാങ്കിൾ ഉള്ളതാണ്. എവിടെ കിടക്കുന്നത്, ഇവിടെ കിടക്കുന്നത്. ഇതെല്ലാം കൂടെ ആവുമ്പോഴേ എന്താകത്തുള്ളൂ, ക്വാളിറ്റി സിസ്റ്റം കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ടോപ്പ് മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ്. വിത്തൗട്ട് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ കമ്മിറ്റഡ് ലീഡർഷിപ്പ് TQM പ്രോഗ്രാംസ് വിൽ നോട്ട് ലീവ് ഷോർ. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഇല്ലാതെ എന്ത് മൂവ് ചെയ്യത്തില്ല, TQM പ്രോഗ്രാംസ് തീരം വിടത്തില്ല, അതായത് മൂവ് ചെയ്യത്തില്ല, അത് അച്ചീവ് ചെയ്യത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നല്ലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ എന്താണ് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നല്ല ഒരു വർക്കും ഒരു TQM പ്രോസസ്സും എന്ത് ചെയ്യത്തില്ല, ലക്ഷ്യം കാണത്തില്ല. ഓക്കെ, ദെൻ അടുത്തെന്താണ്, ടോപ്പ് മാനേജ്മെൻറ്റ് ഷുഡ് ഇൻറ്റഗ്രേറ്റ് ദ ഫാക്ടേഴ്സ് നീഡഡ് ടു ഇംപ്ലിമെൻറ്റ് ദ പ്രോഗ്രാംസ് ഫോർ എക്സലൻസ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല, എന്ത് ചെയ്യണം, അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, ഏകീകരിക്കണം. എന്തിന്, ദ ഫാക്ടേഴ്സ് നീഡഡ് ടു ഇംപ്ലിമെൻറ്റ് ദ പ്രോഗ്രാംസ് ഫോർ എക്സലൻസ്. അപ്പോൾ എന്താണ്, ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ സക്സസ്സിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യണം, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഒറ്റ കുട കീഴിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെക്കണം. അതായത് ഇപ്പോൾ നല്ല വർക്കേഴ്സ്, അല്ലെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സ്, ദെൻ നല്ല മെഷീനറി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യണം, ഇവർ കൺട്രോൾ ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിക്കണം, അല്ലെങ്കിൽ അവരതിനെ എന്ത് ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണം. അപ്പോഴേ എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു കമ്പനി പ്രോഗ്രസ് അല്ലെങ്കിൽ സക്സസ് അച്ചീവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, ടോപ്പ് മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് ആൻഡ് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇറ്റ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് എൻകറേജ്മെൻറ്റ്. ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് എൻകറേജ്മെൻറ്റ് ഫോർ ഇന്നോവേഷൻസ്, എ ഡ്രൈവ് ടുവേർഡ്സ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് ലെവൽ ഡിസിഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇവർ ടോപ്പ് മാനേജ്മെൻറ്റ് ആരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിനെയും കൂടെ എന്ത് ചെയ്യണം,
ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ട്? അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവരുടെ ഇന്നോവേഷൻസും മറ്റും എൻകറേജ് ചെയ്യാനും ഇത് സഹായമാകും. പിന്നെന്താണ്, ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇവരുടെ ഒരു എന്തുകൂടെ കൊടുക്കണം, അച്ചീവ്മെൻറ്റ് കൂടെ കൊടുക്കണം. ഇവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ കൂടെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ വർക്കേഴ്സിന് എന്ത് ഫീൽ ചെയ്യും? അവർക്ക് ഒരു എന്താണ്, എൻകറേജ്മെൻറ്റ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് ആര് ഹെൽപ്പ് ചെയ്യും? ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു ഡിസിഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അവരുടെ ഇന്നോവേഷൻസും മറ്റും എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യുമ്പോഴും ദെൻ പാർട്ടിസിപ്പേഷൻ, ഡിസിഷൻ ടേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അനുമതിയും കൊടുക്കുമ്പോൾ എന്ത് പറ്റും, വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ്, താഴെയുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യും, അതൊരു നല്ല അനുഭവമായിരിക്കും. അവർ കുറച്ചുകൂടെ എന്താവും, മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ വിഷൻ, പിന്നെ അതുപോലെ മിഷൻ, അതേപോലെ ക്വാളിറ്റി പോളിസി, ഇത് മൂന്നും തമ്മിലുള്ള കമ്പാരിസണും, അത് മൂന്നും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം വിഷൻ, ദെൻ മിഷൻ ആൻഡ് ക്വാളിറ്റി പോളിസി. ഓക്കെ, വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളം അർത്ഥം അറിയാം അല്ലേ, എന്താണ്, കാഴ്ചപ്പാട്. ദെൻ മിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ദെൻ ക്വാളിറ്റി പോളിസി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, അവരുടെ പോളിസി എന്താണ്, കമ്പനിയുടെ പോളിസി എന്താണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, vision of the enterprise can be stated as a declaration by top management of what the enterprise should look like after 5 or 10 years. ഓക്കെ, ഒരു 5-10 വർഷം കഴിയുമ്പോൾ നമ്മുടെ എൻ്റർപ്രൈസ് എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു ഡിക്ലറേഷൻ ആണെന്ത്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത്, നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എൻ്റർപ്രൈസിൻ്റെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ഡിക്ലറേഷനാണ് എബൌട്ട് എന്താണ്, ഒരു 5-10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഫേം അല്ലെങ്കിൽ നമ്മുടെ എൻ്റർപ്രൈസ് എങ്ങനെ ഇരിക്കും, എങ്ങനെ ഇവിടെ ഏത് ലെവലിലെത്തും എന്നുള്ള ഒരു ഡിക്ലറേഷനാണെന്ത്, ഈ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കമ്പനിയുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക, അതെന്താണ്, എക്സാമ്പിളാണ്. ദെൻ അതേപോലെ മിഷൻ, നേരത്തെ പറഞ്ഞു മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആണ്, കുറച്ചുകൂടെ എന്താണ്, കോൺസെൻട്രേറ്റ് ആണ്. അപ്പം നോക്കാം. ഓൺ ദ അതർ ഹാൻഡ് ഈസ് മോർ കോൺസെൻട്രേറ്റ്. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആണ്. ദെൻ ഇറ്റ് എക്സ്പ്ലെയിൻസ് വാട്ട് ദ എൻ്റർപ്രൈസ് ഈസ്, വാട്ട് ഇറ്റ് ഡസ്, ഹൂ ആർ ദ കസ്റ്റമേഴ്സ്, ദെൻ ഹൗ ഇറ്റ് ഡസ് ആൻഡ് വാട്ട് ഇറ്റ് ഡസ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്, വാട്ട് എൻ്റർപ്രൈസ് ഈസ്, എന്താണ് നമ്മുടെ എൻ്റർപ്രൈസ്, ദെൻ വാട്ട് ഇറ്റ് ഡസ്, അവരെന്താണ് ചെയ്യുന്നത്, ദെൻ ഹൂ ആർ ഇറ്റ്സ് കസ്റ്റമേഴ്സ്, ആരാണ് എൻ്റെ കസ്റ്റമേഴ്സ്, ദെൻ ഹൗ ഇറ്റ് ഡസ്, അതെങ്ങനെയാണ് അവിടുത്തെ ജോലി ചെയ്യുന്നത്, ദെൻ വാട്ട് ഇറ്റ് ഡസ്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞു. ഓക്കെ, ദെൻ ഒരു കനേഡിയൻ റെയിൽവേസിൻ്റെ ഇതാണ് പറഞ്ഞേക്കുന്നത്, മിഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ടു മീറ്റ് കസ്റ്റമേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നീഡ്സ് ബൈ ബീങ് ദ ബെസ്റ്റ് അറ്റ് മൂവിങ് ദെയർ ഗുഡ്സ് ഓൺ ടൈം, സേഫ്ലി ആൻഡ് ഡാമേജ് ഫ്രീ. ഓക്കെ, അത് അവരുടെ ആപ്തവാക്യമാണ്. ദെൻ അടുത്തത് എന്താണ്, ക്വാളിറ്റി പോളിസി. അപ്പോൾ ക്വാളിറ്റി പോളിസി കുറച്ചുകൂടെ എന്താണ്, കോൺസെൻട്രേറ്റഡ് ആണ്. ദെൻ ഇറ്റ് ഈസ് എ ഗൈഡ് ഫോർ എവരി വൺ ഇൻ ദ എൻ്റർപ്രൈസ് ആസ് ടു ഹൗ ദേ ഷുഡ് ഓപ്പറേറ്റ് ടു പ്രൊവൈഡ് എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു ഗൈഡാണ്. എന്തിനു വേണ്ടിയിട്ട്, ഫോർ എവരി വൺ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡാണ്. ആസ് ടു ഹൗ ദേ ഷുഡ് ഓപ്പറേറ്റ് ടു പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ കസ്റ്റമേഴ്സ്, എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ക്വാളിറ്റി ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഗൈഡാണെന്ത്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡാണെന്ത്, ഈ ക്വാളിറ്റി പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കൊരു ക്വാളിറ്റി പോളിസിയുടെ എക്സാമ്പിൾ നോക്കാം. സെറോക്സ് എന്നൊരു കമ്പനിയുടെയാണ് എന്ത് ക്വാളിറ്റി പോളിസി ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെറോക്സ് ഈസ് എ ക്വാളിറ്റി കമ്പനി. Quality is the basic business principle of Xerox. Quality means providing our external and internal customers with innovative products and services that fully satisfy their requirements. Quality is the job of every employee.
ഓക്കെ, ഇതാണ് എന്ത് ക്വാളിറ്റി പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം വിഷൻ പഠിച്ചു, ദെൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മിഷൻ പഠിച്ചു, പിന്നെ അതിലും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എന്താണ് ക്വാളിറ്റി പോളിസി എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ദെൻ നമ്മുടെ ലിങ്ക് ബിറ്റ്വീൻ, അതായത് ISO 9000-ഉം നമ്മുടെ TQM തമ്മിലുള്ള ലിങ്ക് ചോദിക്കുവാണെങ്കിൽ ഇതെല്ലാം എഴുതിക്കോണം. ഈ ഒരു ഒരുപാട് മാർക്കിനാണെങ്കിൽ ഇത് എഴുതിക്കോണം. ഈ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ഒത്തിരി മാർക്കിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം കുറച്ച് ഒരു ബ്രീഫ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഈ നാല് കാര്യങ്ങളും ബ്രീഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. മൊത്തം എഴുതണമെന്നൊന്നുമില്ല, സമയം ഒരുപാട് പോകും. ബ്രീഫ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, മിക്കവാറും 6 മാർക്കിനൊക്കെ ആയിരിക്കും. 6 മാർക്കിനാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ട്രയാങ്കിൾ വരച്ചിട്ട് ഈ ഒരു ഇത്രയും ഒരു കാര്യങ്ങൾ വരച്ചിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇത്രയും മതി. ഓക്കെ.